ഹായ് ഫ്രണ്ട്സ്. നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോ ഒന്നും വരുന്നില്ല, ലോങ് വീഡിയോ ഒന്നും വരുന്നില്ലായിരുന്നു. പകരം ഞാൻ ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നുള്ളായിരുന്നു. അപ്പം കുറേ ദിവസമായി ഒരു വീഡിയോ എൻ്റെ കയ്യിലിരുന്നിട്ട് ഈ ഇടിമിന്നൽ ഏറ്റ ഒരു മരത്തിൻ്റെ വീഡിയോ അതൊന്ന് ഇടണമെന്ന് ഓർത്ത് ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയും ഇടിമിന്നലും ഒക്കെ കാരണം നമ്മുടെ വൻ നാശനഷ്ടങ്ങളാണ്. ഈ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് മാത്രമല്ല, പല മരങ്ങൾക്കും വീടിൻ്റെ ലൈനിനും ഒക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാമല്ലോ എന്ന് ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു മരം ഇടിവെട്ടി. അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അതിനു മുമ്പ് ഞാൻ നിൽക്കുന്ന സ്ഥലം ഒന്ന് കാണിക്കാം. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ സ്ഥലത്തിനെ പറ്റി. അപ്പോൾ അത് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഈ വ്യൂ പോയിൻറ്റിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കടുവാപ്പാറ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും കാണിക്കാത്തത്. ഇപ്പോൾ എങ്കിൽ നമ്മൾ ഇവിടോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മരം ഇടിവെട്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇത് നമ്മൾ ഉൾക്കൊള്ളിക്കാമല്ലോ എന്നോർത്താണ് ഞാനിടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ജാഗ്രത പാലിച്ച് വേണം ഈ വീഡിയോ എടുക്കാനും ഇതുപോലെ വ്യൂ പോയിൻ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നവർ സൂക്ഷിച്ച് വേണം പോകാൻ. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടോ, ഒരു പച്ച മരമായിരുന്നു. ഇത് മൊത്തം വെടിഞ്ഞ് കീറിപ്പോയി ഇടിയുടെ ശക്തി കാരണം. ഇത് കണ്ടോ, ഭയങ്കര ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ പിടിച്ചിട്ട് പോലും വരുന്നില്ല. ഇടി വെട്ടി ഉണങ്ങിപ്പോയെന്നുള്ള അത്രയ്ക്ക് പവറായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, അത് മാത്രമല്ല, ദേ ഇവിടെ കണ്ട് ഇത് കണ്ടോ, ഈ ഇല മൊത്തം കരിഞ്ഞു പോയേക്ക്. ഈ പ്രദേശത്ത് ഇത് കണ്ടോ, ഇവിടെ പുല്ല് മൊത്തം കരിഞ്ഞു പോയി. അത്രയ്ക്ക് ഇതായിട്ടാണ് ശക്തി. അപ്പം ഇടിയുടെ തീവ്രത ഒന്ന് മനസ്സിലാക്കണം നമ്മളല്ല. അപ്പോൾ ഉയരമുള്ള പ്രദേശങ്ങളൊക്കെ മഴയുള്ള സമയത്ത് പോകുമ്പോൾ തന്നെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയും കണ്ടുമൊക്കെ വേണം നമ്മൾ പോകാൻ തന്നെ. ഇത് ഞാൻ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെ കണ്ട മരത്തേൽ കണ്ട ഇത് കാഴ്ച ആയതുകൊണ്ടാണ് ഞാനിത് വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചതാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ഇടിയെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ പരിസരമൊക്കെ നല്ല ശക്തിയായിരുന്നു. അപ്പം ഇതൂടെ കണ്ടപ്പോൾ എനിക്ക് നല്ല പേടിയാണ്. നല്ല അടിപൊളിയായിരുന്നു. എന്താണ് അടിപൊളി ഇടി എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു പോകുന്ന ഇടി. അത് തന്നെയല്ലേ ഒരു പവർ. അയ്യോ, ഇത് കണ്ടില്ലേ, ഒരു ഇതാണേ. അയ്യോ, ഭയങ്കര ഇതാണ്. ഇത്രയും പവറിൽ ഇടി കേൾക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. ഇതുണ്ട് ഇത്രയും ഇതൊരു പച്ചമരമായിരുന്നു കേട്ടോ. പച്ചമരം എന്ന് പറഞ്ഞാൽ തനി പച്ചയായിരുന്നു. അധികം വണ്ണമൊന്നും ഇല്ലെങ്കിൽ പോലും അതിൻ്റെ കണ്ടോ, ഒരു ഭാഗം മൊത്തം ഇടിവെട്ടേറ്റ് തെറിച്ച് പോയെന്നാണ് പറയാം. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും കാണാനില്ല കേട്ടോ. അത്രയ്ക്ക് പവറിലായിരുന്നു ഉള്ള ഇടി. ഇത് കണ്ടോ, പച്ച എന്ന് പറഞ്ഞാൽ ഇത്രയും ഞാൻ പിടിച്ചിട്ട് പോലും ഇത് കീറി വരുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് പവറായിരുന്നു. ഒരു ഇടിയുടെ പവറെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഒന്ന് കണക്കാക്കി നോക്കണം ഈ വീഡിയോ കാണുന്നവരെല്ലാം. ഒരു മരത്തിൻ്റെ പകുതി ഭാഗം കീറിപ്പോയി. അയ്യോ, ഒന്ന് കാണണ്ട എൻ്റെ പൊന്നെ. അപ്പോൾ ഇടിമിന്നലിൻ്റെ ഒരു ശക്തി ഒന്ന് ഓർത്തോണേ, ഭയങ്കര പവറല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളൊക്കെ വീട്ടിൽ ഇരുന്നപ്പോൾ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ എന്താണല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ജാഗ്രത പാലിച്ചേ പറ്റത്തുള്ളൂ. ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഇടിമിന്നലേറ്റ് പോകാതിരിക്കാനും. അപ്പം അതൊക്കെ ഒരു ബന്ധം വിച്ഛേദിച്ച് കഴിഞ്ഞാൽ കറണ്ടുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീരും. അപ്പം അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള ഭയങ്കര ശക്തിയായിരുന്നു. അതൊക്കെ മരം കണ്ടപ്പോഴേ മനസ്സിലായില്ലേ, പച്ച മരം കീറിപ്പോവാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഇതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റീൽസും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. റീൽസൊക്കെ നമ്മുടെ കണ്ട് എല്ലാവർക്കും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിരുന്നു. മോണിറ്റൈസേഷന് സഹായിച്ച എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വലിയൊരു നന്ദി. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. ഓൾറെഡി അത് ഉടനെ തന്നെ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.